എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10th പ്രിലിംസിലെ 20 ഡേയ്സ് MCQ ചലഞ്ചിൽ നമ്മൾ ഇന്ന് 11ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള റിനൈസൻസ് ആണ്. ഇന്നും നാളെയുമായിട്ട് നമ്മുടെ GK പാർട്ട് ഏകദേശം കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്കുള്ളത് സയൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ കേരള റിനൈസൻസിൻ്റെ 50 ചോദ്യങ്ങൾ നോക്കാം. ആദ്യം, ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് 1888 അല്ലേ? 1888. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന പ്രശസ്തമായ സന്ദേശം ശ്രീനാരായണ ഗുരു നൽകിയത് ഏത് സമ്മേളനത്തിലാണ്? ആലുവ സർവമത സമ്മേളനത്തിൽ വച്ചായിരുന്നു. ആലുവ സർവമത സമ്മേളനം. അതോടൊപ്പം തന്നെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന സന്ദേശവും പറയേണ്ടായി അല്ലേ? അടുത്തത്, ശ്രീനാരായണ ഗുരു രചിച്ച ആത്മോപദേശ ശതകം എന്ന കൃതിയിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? ശതകം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലേ 100 എത്രയാണ്? 100. ശ്രീനാരായണ ഗുരുവിന് ഗുരുദേവൻ എന്ന നാമം നിർദ്ദേശിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുവിന് ഗുരുദേവൻ എന്ന നാമം നിർദ്ദേശിച്ചതും ആദ്യമായി അങ്ങനെ അഭിസംബോധന ചെയ്തതും ആരാണ്? കുമാരനാശാനാണ് കേട്ടോ, കുമാരനാശാൻ. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ്? കണ്ണൻമൂല. തിരുവനന്തപുരത്തുള്ള കണ്ണൻമൂലയിൽ അല്ലേ? കണ്ണൻമൂലയിലാണ് 1853 ചട്ടമ്പി സ്വാമി ജനിച്ചത്. ചെമ്പഴന്തി ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. വെങ്ങാനൂർ അയ്യങ്കാളിയുടേതാണ് കേട്ടോ. അടുത്തത്, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? കുഞ്ഞൻപിള്ള എന്നായിരുന്നു കുട്ടിക്കാലത്തെ പേര് അല്ലേ? യഥാർത്ഥ പേര് ഏതാണ്? അയ്യപ്പൻ. മാതാപിതാക്കൾ ഇട്ട പേര് അയ്യപ്പൻ എന്നായിരുന്നു. ഇതിൽ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ ഇട്ട പേര് ഏതാണ്? അയ്യപ്പനാണ് കേട്ടോ, അയ്യപ്പൻ. എന്നാൽ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നത് എന്താണ്? കുഞ്ഞൻപിള്ള എന്നാണ്. അത് ഓർത്തിരിക്കണം കേട്ടോ. ഹിന്ദു മതത്തിലെ ജാതി വ്യവസ്ഥയെയും ബ്രാഹ്മണ മേധാവിത്വത്തെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച പ്രശസ്തമായ കൃതി ഏതാണ്? വേദാധികാര നിരൂപണം. വേദങ്ങൾ പഠിക്കാൻ ബ്രാഹ്മണർക്ക് മാത്രമല്ല എല്ലാവർക്കും അധികാരമുണ്ടെന്ന് സമർത്ഥിച്ച കൃതിയാണിത്, വേദാധികാര നിരൂപണം. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തമ്മിൽ ചരിത്രപ്രസിദ്ധമായ കണ്ടുമുട്ടൽ നടന്നത് എവിടെ വെച്ചാണ്? അണിയൂർ ക്ഷേത്രത്തിൽ വച്ചാണ്. 1882 തിരുവനന്തപുരത്ത് അടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വച്ചാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സ്ഥാപിച്ചത് എന്നാണ്? 1907 കേട്ടോ. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം? അത് 11. 1907 എന്ത് ചെയ്തു? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. 1911 അയ്യങ്കാളിയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. താഴെ പറയുന്നവയിൽ അയ്യങ്കാളി നയിച്ച ചരിത്രപ്രസിദ്ധമായ സമരം ഏതാണ്? അയ്യങ്കാളിയുടെ സമരം വില്ലുവണ്ടി യാത്ര അല്ലേ? വില്ലുവണ്ടി യാത്ര. ഇതിൽ ചരിത്രപ്രസിദ്ധമായ സമരം വില്ലുവണ്ടി സമരമുണ്ട്. അതുമാത്രമല്ല, കല്ലുമാര സമരം അല്ലെങ്കിൽ പെരിനാട് ലഹളയും ആരുടേതാണ്? അയ്യങ്കാളിയുടേതാണ് കേട്ടോ. വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിനായിട്ടുള്ളതായിരുന്നു അത്. പുലയ രാജാവ് എന്ന അയ്യങ്കാളി വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആലുവയിൽ സർവമത സമ്മേളനം നടന്നത് എന്ന്? 1924 കേട്ടോ. 1924 സർവമത സമ്മേളനം നടന്നത്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ശിവഗിരി മഠത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ശിവഗിരി മഠത്തിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല. അദ്വൈത ആശ്രമം എവിടെയാണ്? ആലുവയിലാണ് കേട്ടോ. ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം ഏത്? ചട്ടമ്പി സ്വാമികൾ സമാധിയായത് പന്മന. എവിടെയാ? കൊല്ലം ജില്ലയിലെ പന്മന കേട്ടോ. പന്മന ആശ്രമത്തിൽ. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഏതാണ്? അയ്യങ്കാളി തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞല്ലേ എന്താണ്? വെങ്ങാനൂർ. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് 1863 അയ്യങ്കാളി ജനിച്ചത്.
ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. താഴെ പറയുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതി അല്ലാത്തത് ഏതാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതി അല്ലാത്തത് ഏതാണ്? ദൈവദശകം. അത് ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. താഴ്ന്ന ജാതിയിലുള്ള കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം ആവശ്യപ്പെട്ട് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഏതാണ്? സ്കൂൾ പ്രവേശനം ഏതാണ് ആവശ്യപ്പെട്ട് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നത്? വെങ്ങാനൂർ ലഹള അല്ലേ? വെങ്ങാനൂരിൽ പിന്നോക്ക വിഭാഗക്കാരായ കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നിഷേധിച്ചപ്പോൾ ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയില്ലെങ്കിൽ നിങ്ങളുടെ പാഠങ്ങളിൽ ഞങ്ങൾ പണിക്കിറങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അദ്ദേഹം കളവൻകോട് ക്ഷേത്രത്തിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. കാരമുക്കിൽ അദ്ദേഹം വിളക്ക് പ്രതിഷ്ഠിച്ചു. മുകളിലുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 2 പ്രസ്താവനയും ശരിയാണ് അല്ലേ? ചേർത്തല കളവൻകോട് ക്ഷേത്രത്തിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. പിന്നെയോ കാരമുക്ക് ക്ഷേത്രത്തിൽ വിളക്കാണ് പ്രതിഷ്ഠിച്ചത്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റായതേത്? വിവേകാനന്ദൻ ഗുരുവിനെ സന്ദർശിച്ചത് 1904 രവീന്ദ്രനാഥ് ടാഗോർ ഗുരുവിനെ സന്ദർശിച്ചത് 1922 ഏതാണ് തെറ്റായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഒന്നാമത്തെ തെറ്റാണ് അല്ലേ? കാരണം വിവേകാനന്ദൻ എന്ത് ചെയ്തിട്ടില്ല? ശ്രീനാരായണ ഗുരുവിനെ നേരിട്ട് സന്ദർശിച്ചിട്ടില്ല. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? അദ്ദേഹത്തിൻ്റെ ജനനം 1853 ഓഗസ്റ്റ് 25 സ്വാമികൾക്ക് ഷൺമുഖദാസൻ എന്ന പേര് നൽകിയത് തൈക്കാടയ്യയാണ്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണ്. അയ്യങ്കാളിയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. കല്ലുമാല സമരം നടന്നത് പെരിനാട്ടിൽ വെച്ചാണ്. 1915 പെരിനാട് ലഹള അഥവാ കല്ലുമാല സമരം നടന്നത്. ശരിയായത് ഏതൊക്കെ? 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളെ സംബന്ധിച്ച് ശരിയായ ജോഡിയേട്? ദർശനമാല സംസ്കൃതം, കുണ്ടലിനി പാട്ട് തമിഴ്. ഏതാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെ മാത്രമാണല്ലേ? ദർശനമാല സംസ്കൃതത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. കുണ്ടലിനി പാട്ട് തമിഴിലല്ല, മലയാളത്തിലാണ്. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. അദ്ദേഹം സ്ഥാപിച്ച സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖ്യപത്രമായിരുന്നു സാധുജന പരിപാലനി. ഇതിൻ്റെ ആദ്യ പത്രാധിപർ കാളിച്ചൂതി കറുപ്പനായിരുന്നു. ശരിയായ ഉത്തരം ഏത്? ഇതാണ് ശരിയായിട്ട് 2ഉം ശരിയാണ് അല്ലേ? ഇവിടെ ശ്രദ്ധിക്കണം, ചെമ്പുന്തറ കാളിച്ചൂതി കറുപ്പനാണ് കേട്ടോ. നമ്മുടെ KP കറുപ്പൻ അത് മാറിപ്പോരുത് കേട്ടോ. ഇത് ചെമ്പുന്തറ കാളിച്ചൂതി കറുപ്പനാണ്. ശ്രീനാരായണ ഗുരുവും വിവേകാനന്ദ സ്വാമികളും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഗുരുവും ഡോക്ടർ പൽപ്പുവുമാണ് SNDP രൂപീകരണത്തിന് മുൻകൈയെടുത്തത്. വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിക്കാൻ പ്രേരിപ്പിച്ചത് ഇവിടുത്തെ ജാതി വ്യവസ്ഥയാണ്. ശരിയായതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയായിട്ടുള്ളത്? 2 മാത്രം അല്ലേ? അതായത് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാവാൻ കാരണം എന്താണ്? വിവേകാനന്ദ സ്വാമികളുടെ നിർദ്ദേശപ്രകാരമാണ് ഡോക്ടർ പൽപ്പുവും കുമാരനാശാനും ചേർന്ന് പ്രധാനമായും SNDP രൂപീകരണത്തിന് വഴി തെളിച്ചത്. എന്നിട്ട് ഗുരുവിനെ അതിൻ്റെ അധ്യക്ഷനാക്കുകയായിരുന്നു. അടുത്തത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? വേദാധികാര നിരൂപണം ബ്രാഹ്മണർക്കല്ലാത്തവർക്കും വേദം പഠിക്കാൻ അധികാരമുണ്ടെന്ന് സമർത്ഥിക്കുന്നു. പ്രാചീന മലയാളം കേരളത്തിൻ്റെ ഭൂതകാല ചരിത്രത്തെയും നായർ സമുദായത്തിൻ്റെ പാരമ്പര്യത്തെയും ചർച്ച ചെയ്യുന്നു. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഏതൊക്കെയാണ്? 1ഉം 2ഉം ശരിയാണ്. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ ചരിത്രപ്രധാനമായ സന്ദർശനങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകൾ പരിശോധിക്കുക. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ സന്ദർശിച്ചത് 1925 ശ്രീനാരായണ ഗുരുവും ശ്രീരാമകൃഷ്ണ പരമഹംസരും തമ്മിൽ നേരിട്ട് കണ്ടിട്ടുണ്ട്. ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ മാത്രമാണ് ശരിയായിട്ടുള്ളത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരളം സന്ദർശിച്ചപ്പോഴാണ് മഹാത്മാഗാന്ധി എന്ത് ചെയ്തത്? വർക്കല ശിവഗിരി മഠത്തിലെത്തി ശ്രീനാരായണ ഗുരുവിനെ കണ്ടത്.
അയ്യങ്കാളി നടത്തിയ സമരങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായതേത്? വില്ലുവണ്ടി സമരം നടന്നത് 1893 വെങ്ങാനൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പൊതുവഴിയിലൂടെ യാത്ര ചെയ്താണ് വില്ലുവണ്ടി സമരം നടത്തിയത്. തെറ്റായതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് തെറ്റായിട്ടുള്ളത്? രണ്ടും ശരിയാണ് അല്ല, രണ്ട് പ്രസ്താവനകളും തെറ്റല്ല. ദെൻ ചട്ടമ്പി സ്വാമികളുടെ വിജ്ഞാന സമ്പാദനവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ താഴെ നൽകുന്നു. സ്വാമികൾ ഹഠയോഗം പഠിച്ചത് തൈക്കാട് അയ്യാവിൽ നിന്നാണ്. സ്വാമികൾ തമിഴ് വേദാന്ത ഗ്രന്ഥങ്ങൾ പഠിച്ചത് സ്വാമിനാഥ ദേശികരിൽ നിന്നാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം ശരിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായതേത്? സമാധിയായത് 1928 സെപ്റ്റംബർ 20 ഗുരുവിൻ്റെ സമാധി സ്ഥലം വർക്കല ശിവഗിരിയിലാണ്. 2 പ്രസ്താവനയും ശരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ അയ്യങ്കാളിയെക്കുറിച്ച് ഉള്ളത് ഏതൊക്കെയാണ്? അയ്യങ്കാളിയെ മഹാത്മാഗാന്ധി പുലയ രാജാവെന്ന് വിശേഷിപ്പിച്ചു. ഗാന്ധിജി വെങ്ങാനൂരിൽ അയ്യങ്കാളിയെ സന്ദർശിച്ചത് 1937 ശരിയായത് ഏതാണ്? 1ഉം 2ഉം ശരിയാണ്. അടുത്തത്, ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? ഗുരുവിൻ്റെ ആദ്യ കൃതി ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. ഈ കൃതി സമർപ്പിച്ചിരിക്കുന്നത് ചട്ടമ്പി സ്വാമികൾക്കാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അതെ, തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? 2 പ്രസ്താവനകളും തെറ്റല്ല. ചട്ടമ്പി സ്വാമികളുടെ സമാധിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ചട്ടമ്പി സ്വാമികൾ 1924 മെയ് 5 സമാധിയായി. അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലത്ത് പത്മനാഭസ്വാമി ക്ഷേത്ര മാതൃകയിലാണ് മഠം പണിതിരുന്നത്. ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 1ാമത്തെ മാത്രം ശരിയാണ് അല്ലേ? 1ാമത്തെയാണ് ശരിയായിട്ടുള്ളത്, 2ാമത്തെ തെറ്റാണ്. അയ്യങ്കാളി പ്രജാസഭയിൽ നടത്തിയ ഇടപെടലുകളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. കർഷക തൊഴിലാളികൾക്ക് ആഴ്ചയിൽ 1 ദിവസം ശമ്പളത്തോടുകൂടിയുള്ള അവധി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രജാസഭയിൽ അധികൃത വിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായി അദ്ദേഹം നിരന്തരം സംസാരിച്ചു. ശരിയായത് ഏതൊക്കെയാണ്? 1ാമത്തെയും 2ാമത്തെയും ശരിയാണ്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. SNDP യോഗം രൂപീകൃതമായത് 1903 മെയ് 15 SNDP യോഗത്തിൻ്റെ ആദ്യ അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവായിരുന്നു. ശരിയായത് ഏതൊക്കെയാണ്? 1ഉം 2ഉം ശരിയാണ്. ചട്ടമ്പി സ്വാമികളുടെ അധ്യാപകരെയും പ്രധാന ശിഷ്യന്മാരെയും കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ബോധേശ്വരൻ, തീർത്ഥപാദ പരമഹംസർ എന്നിവർ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യന്മാരായിരുന്നു. പേട്ടയിൽ രാമൻപിള്ള ആശാന്റെ കീഴിലാണ് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 1ഉം 2ഉം ശരിയാണ്. അയ്യങ്കാളിയുടെ സമരചരിത്രത്തിലെ തൊഴിൽ സമരം സംബന്ധിച്ച പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. തൊഴിൽ സമരം കേരളത്തിലെ ആദ്യത്തെ ആസൂത്രിത കർഷക തൊഴിലാളി സമരമായിരുന്നു ഇത്. താഴ്ന്ന ജാതിയിലെ കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ സമരം നടന്നത്. ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1, 2 എന്നിവ ശരിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ വിദേശം അല്ലെങ്കിൽ അന്യസംസ്ഥാന യാത്രകളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ഗുരു തൻ്റെ ജീവിതത്തിൽ 2 തവണ ശ്രീലങ്ക സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം തമിഴ്നാട്ടിലെ ചിദംബരവും സന്ദർശിച്ചിട്ടുണ്ട്. ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 1ഉം 2ഉം ശരിയാണ്. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായതേത്? സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് വടിവീശ്വരം എന്ന സ്ഥലത്ത് വെച്ചാണ്. ഉപ്പും പച്ചമുളകും മാത്രം കഴിച്ച് അദ്ദേഹം കഠിന തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട്. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. 2 പ്രസ്താവനകളും തെറ്റല്ല. അയ്യങ്കാളിയുടെ സ്മാരകങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. തിരുവനന്തപുരം വെള്ളയമ്പലത്ത് അയ്യങ്കാളിയുടെ ഒരു വെങ്കല പ്രതിമയുണ്ട്. ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. ശരിയായ പ്രസ്താവന ഏതാണ്? 1ഉം 2ഉം ശരിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. മുരുക്കുമ്പുഴ ക്ഷേത്രത്തിൽ സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നെഴുതിയ ഫലകമാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചത്. അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ അദ്ദേഹം ബ്രാഹ്മണരുടെ കുത്തകയെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ശരിയായത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? 2ഉം ശരിയാണ്. അരുവിപ്പുറത്ത് എന്താണ്? ഓക്കെ, അടുത്ത ചോദ്യം. ചട്ടമ്പി സ്വാമികളുടെ ക്രിസ്തുമത ചേതനം എന്ന കൃതിയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക.
വിദേശ മിഷണറിമാരുടെ മതപരിവർത്തന ശ്രമങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതികരണമായിരുന്നു ഈ കൃതി. ഈ കൃതി ഹിന്ദു മതത്തിൻ്റെ പോരായ്മകളെ മാത്രമാണ് വിമർശിച്ചിരുന്നത്. ശരിയായത് ഏതാണ്? ഒന്നാമത്തെ മാത്രം അല്ലേ? ഒന്നാമത്തെ മാത്രമാണ് ശരിയായിട്ടുള്ളത്. അയ്യങ്കാളിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അയ്യങ്കാളി അന്തരിച്ചത് 1941 ജൂൺ 18 അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയായത് ഏതൊക്കെയാണ്? 1ഉം 2ഉം ശരിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളും അവയുടെ ഉള്ളടക്കവും സംബന്ധിച്ച് ശരിയായ ജോഡി. ദൈവദശകം പ്രാർത്ഥനാ ഗീതമാണ്. അദ്വൈത ദീപിക തത്വശാസ്ത്ര ഗ്രന്ഥമാണ്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 2ഉം ശരിയാണ്. ചട്ടമ്പി സ്വാമികളെ സർവ്വവിദ്യാധിരാജ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സ്വാമികളുടെ അഗാധമായ പാണ്ഡിത്യം മുൻനിർത്തി ജനങ്ങൾ നൽകിയ ആദരവാണ്. ഈ പദവി അദ്ദേഹത്തിന് നൽകിയത് തിരുവിതാംകൂർ രാജാവാണ്. സർവ്വവിദ്യാധിരാജ എന്ന് ചട്ടമ്പി സ്വാമിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, 1 മാത്രം അല്ലേ? ശരിയായത് 1 മാത്രമാണ്. 8 യോഗവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ജനങ്ങളും പണ്ഡിതന്മാരൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു. അയ്യങ്കാളിയുടെ സമരരീതികളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ. അദ്ദേഹം അക്രമരഹിതമായ എന്നാൽ കടുത്ത പ്രതിരോധ സമരമുറകളാണ് സ്വീകരിച്ചത്. വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിനായി അച്ചിപ്പുടവ സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രസ്താവനകൾ പരിശോധിക്കുക. SNDP യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി കുമാരനാശാനായിരുന്നു. കുമാരനാശാനെ ഉപരിപഠനത്തിനായി ബാംഗ്ലൂരിലേക്കും കൊൽക്കത്തയിലേക്കും അയച്ചത് ഗുരുവാണ്. ശരിയായത് ഏതൊക്കെയാണ്? 1ഉം 2ഉം ശരിയാണ്. ലാസ്റ്റ് ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ചട്ടമ്പി സ്വാമികളെ ശ്രീനാരായണ ഗുരുവിനെയും താരതമ്യം ചെയ്യുന്നത് ഏത്? ചട്ടമ്പി സ്വാമികൾ ജ്ഞാനമാർഗത്തിനും ശ്രീനാരായണ ഗുരു കർമ്മമാർഗത്തിലും കൂടുതൽ പ്രാധാന്യം നൽകിയെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇരുവരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കേരള നവോത്ഥാനത്തിൻ്റെ സമാന്തരധാരികളായിരുന്നു. ഏതാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണ്. ചട്ടമ്പി സ്വാമികൾ കൂടുതലായും ഗ്രന്ഥരചനയിലൂടെയും പാണ്ഡിത്യത്തിലൂടെയും ജ്ഞാനമാർഗത്തിന് അടിത്തറയിട്ടപ്പോൾ ശ്രീനാരായണ ഗുരു പ്രസ്ഥാനം വഴിയും ക്ഷേത്ര നിർമ്മാണം വഴിയും അങ്ങനെയൊക്കെയായിരുന്നു അല്ലേ? അതെ. 2 പ്രസ്താവനകളും ശരിയാണ്. ഈ 50 ചോദ്യങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടി റിലേറ്റഡ് ഫാക്റ്റൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ. താങ്ക് യു.